ഹരേ കൃഷ്ണ. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. അപ്പം ഏത് രംഗത്തായാലും നമുക്ക് വിജയിക്കാനായിട്ട് സാമർഥ്യം ആവശ്യമാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നു, ആ സാമർഥ്യം അത് ഭഗവാൻ തന്നെയാകുന്നു എന്ന്. അതായത് ഗീതയിൽ ഭഗവാൻ പറയുന്നു, ദ്യുതം ചലയതാമസ്മി തേജസ്സിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വതാമഹം. വഞ്ചകർക്കിടയിലെ ചൂതും തേജസ്വികളുടെ തേജസ്സും അതുപോലെ തന്നെ ജയവും അധ്വാനശീലവും ഭഗവാനാണ്. അതുപോലെ തന്നെ സജ്ജനങ്ങളുടെ സത്വഗുണവും ഭഗവാൻ തന്നെയാകുന്നു. അതായത് ചൂതുകളിയിൽ എതിരാളിനെ തോൽപ്പിക്കണമെങ്കിൽ നമുക്ക് സാമർഥ്യം ആവശ്യമാണ്. അത് ഭഗവാനാണ്. അതുപോലെ തന്നെ തേജസ്, അതായത് ഒരാളുടെ ആജ്ഞാശക്തിയും കാര്യഗൗരവവും ഗാംഭീര്യവും ഒക്കെയാണ് നമ്മൾ തേജസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അധ്വാനശീലം, അതായത് നമുക്ക് ജീവിതത്തിലെ ഏത് നിലയിലേക്ക് ഉയരണമെങ്കിലും അധ്വാനശീലം ആവശ്യമാണ്. അതുപോലെ ഭയങ്കരമായ പരിശ്രമം, അപ്പോൾ അതും ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ സജ്ജനങ്ങളുടെ സത്വഗുണവും. അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ജ്ഞാനപ്പാനയ്ക്കകത്ത് പൂന്താനം പറയുന്നില്ലേ, സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഈ സജ്ജനങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ പ്രതിരൂപമാണ്. അപ്പം എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ സാമർഥ്യമൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.